ഇന്ന് നമ്മൾ പോകുന്നത് യു കെയിലെ കെറ്ററിങ്ങിലുള്ള ഒരു മലയാളിക്കടയിലേക്കാണ്. യു കെയിൽ എവിടെ ചെന്നാലും ഇതുപോലുള്ള കടകൾ കാണാം. ഒട്ടുമിക്ക സാധനങ്ങളും കേരളത്തിൽ നിന്ന് നേരിട്ടെത്തിക്കുന്നതാണ്. ഈ കടയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ ഇരിക്കുന്ന ഐറ്റം കണ്ടോ, വേറൊന്നുമല്ല, നമ്മുടെ ദോശ ഇഡ്ഡലി മാവാണ്. ഇത് നമുക്ക് അരി മേടിക്കേണ്ട, സെപ്പറേറ്റ് ഉഴുന്ന് മേടിക്കേണ്ട, നമുക്ക് നല്ല ഉപയോഗമാണ്. പ്രത്യേകിച്ച് യു കെ പോലുള്ള രാജ്യങ്ങളിൽ, ചെറിയ തണുപ്പുള്ള രാജ്യങ്ങളിൽ മാവ് പൊങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അത്യാവശ്യം പുളിയുള്ള മാവ് നമുക്ക് ദോശ ചുടാനും ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. ലണ്ടനിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ ഷാലറ്റ്സ് ഉണ്ട്, അതിനാണെങ്കിൽ 690 1 kg, 1 kg ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ചുവന്നുള്ളി ഇവിടെ വരുന്ന കണ്ടിരിക്കുന്നുണ്ടോ, കെട്ടുകെട്ടായിട്ടത്. പാവയ്ക്കൊക്കെ ഇരിപ്പുണ്ട്, പാവയ്ക്കുണ്ട്. പിന്നെ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക നാട്ടിൽ നിന്ന് വരുന്നതാണ്. അതിന് 489 ആണ് വരുന്നത്. 489 ആണ് 1 കിലോഗ്രാം. വരുന്നത്. പിന്നെ നമ്മുടെ പപ്പയ എന്ന് പറയും. പിന്നെ ടൊമാറ്റോ ഉണ്ട്, നാരങ്ങയൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ ഇവിടെ നിന്നുള്ളതായിരിക്കാം. നെല്ലിക്ക വരുന്നുണ്ട്, ഗൂസ്ബെറി, ഓറഞ്ച്, പിന്നെ നല്ല ബീറ്റ്റൂട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട്, പച്ചമുളക്. കിലോയ്ക്കാ? ബീറ്റ്റൂട്ടിനൊക്കെ 89 പെൻസേ ഉള്ളൂ കിലോയ്ക്ക്. അത് 1 പൗണ്ട് പോലും ആകുന്നില്ല കിലോയ്ക്ക്. പിന്നെ നമുക്ക് വരുന്ന മാങ്ങ വരുന്നുണ്ട്, മാങ്ങ. പിന്നെ നല്ല നാടൻ കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങ ഒരു പീസിന് 299 വരുന്നത്. പിന്നെ ചേന, അതാണ് നാടൻ ചേന ഇരിക്കുന്നു. പിന്നെ ജിഞ്ചറുണ്ട്, നമ്മുടെ ഇഞ്ചി, നാടൻ ഇഞ്ചിയുണ്ട്. ഇവിടെ ബ്രസീലിൽ നിന്ന്. ഇത് നമ്മുടെ നാട്ടിലെ നാടൻ ജിഞ്ചർ. ഇത് വരുന്നത് ബ്രസീലിൽ നിന്ന് വരുന്ന ജിഞ്ചറാണ്. പിന്നെ വെളുത്തുള്ളി നമ്മുടെ നാട്ടിൽ നല്ലതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചൈനയിൽ നിന്നോ ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളായിരിക്കും. പിന്നെ ക്യാബേജ്, ചേമ്പ്, നമ്മുടെ നാടൻ ചേമ്പൊക്കെ ഇരിക്കുന്നു. പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ മത്തങ്ങ, പിന്നെ നമ്മുടെ നാടൻ ഏത്തക്ക ഉണ്ട്. നല്ല ഫ്രഷ് കപ്പ ഇരിക്കുന്നുണ്ടോ, അടിപൊളി കപ്പ. അത് ഈ തൊലി കറക്കാതിരിക്കാനായിട്ട് അത് വാക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തേങ്ങ, പൊതിച്ച തേങ്ങ, അടിപൊളി. ഇതൊന്നും നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കണം. പിന്നെ പല വിധത്തിലുള്ള മസാലപ്പൊടികൾ, ഫിഷ് മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല എന്ന് വേണ്ട, സാമ്പാർ, എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. പിന്നെ ഇതുപോലെ മാങ്ങ കറി, കാളൻ കറി, അങ്ങനെയൊക്കെ ക്യാൻഡ് കറികൾ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ കറികൾ, ഫ്രോസണായിട്ടും കറികൾ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അച്ചാറുകളാണ്. ഫിഷ് പിക്കിള്, നാരങ്ങ, മാങ്ങ എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. അച്ചാറുകൾ പല പല ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇത് നല്ല കപ്പലണ്ടി മിഠായിയുടെ ബോൾസ് ഉണ്ടോ. പിന്നെ പൂജാ സാധനങ്ങൾ, മതപരമായിട്ടുള്ള റിലീജിയസ് ഗുഡ്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ കടകളിൽ അവൈലബിൾ ആണ്. കിണ്ടി, കൊന്തകൾ, കാശിരൂപം, നിലവിളക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. ഈ റൈസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്യുന്ന റൈസാണ്. ഇത് മട്ട റൈസ് ആണിത്. ഇത് നിർമ്മല്. ഇതിന് 15.99 വരുന്നത്. 15.99 അല്ലേ? റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്. സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. 15.99. ഒരു
കുറച്ചധികം ബ്രാൻഡ്സ് കൊണ്ടുവരുന്നുണ്ട്. മട്ട റൈസ് തന്നെ ശരിക്കും നാട്ടിലെ അതേ റൈസ് തന്നെയാണ്. പിന്നെ അതിഥി ഉണ്ട്, അതിന് 16-25 വരുന്നുണ്ട്. അതിഥി അല്ലേ, 16-25. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 15-നും 16-നും ഇടയ്ക്ക് അല്ലേ ആ ഒരു റേഞ്ച്. ഇപ്പൊ റൈസിന് കുറച്ച് വില കൂടി സമയമാണ്, പക്ഷെ നമ്മള് നല്ല റേറ്റ്, കുറവ് റേറ്റിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നു, അതിനുശേഷം ഭയങ്കരമായിട്ട് എല്ലാ സാധനങ്ങൾക്കും ഇപ്പൊ റേറ്റ് കൂടിയല്ലോ അല്ലേ, അതുപോലെ തന്നെ റൈസിനും. പിന്നെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രൈസ് കൂടുതൽ വരുമല്ലോ, ഷിപ്പ് ചെയ്യുന്നതാണല്ലോ അല്ലേ. പിന്നെ ഇനി എന്തൊക്കെ ടൈപ്പ് റൈസാ ഉള്ളത് നമുക്ക്? പിന്നെ ഇവിടെ ബസ്മതി റൈസ് ഉണ്ട്, പിന്നെ ആന്ധ്ര സോന മസൂരി റൈസ് ഉണ്ട്. ബസ്മതി റൈസ് അതേ തന്നെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 899 ആണ് 5 കിലോയ്ക്ക്, 5 കിലോയുടെ. പിന്നെ സോന മസൂരി അല്ലേ, അത് ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ് സോന മസൂരി റൈസ്. അതിനെങ്ങനെ റേറ്റ് വരുന്നത്? അതിന് 1149 1149 അല്ലേ, അത് 10 കിലോ അല്ലേ? 10 കിലോ. ആന്ധ്രയുടെ റൈസിന് ഇച്ചിരി വില കുറവാണ് അല്ലേ നമ്മുടെ റൈസിനേക്കാൾ. പിന്നെ നിർമ്മലിന്റെ തന്നെ ജയ റൈസ് ഉണ്ട്, അതിന് 1679 ആണ് വരുന്നത്. 1679 അല്ലേ ജയ റൈസ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള റസ്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. പല ടൈപ്പാണ്, ഏത് ബ്രാൻഡ് വേണമെന്ന് വെച്ചാൽ മതി, എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ പാർലേജി ബിസ്ക്കറ്റ് വരെ ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ നാടൻ ബനാന ചിപ്സ്, മിക്സ്ചർ, അരിയുണ്ട, എള്ളുണ്ട, മുറുക്ക് എന്ന് വേണ്ട ഒരുവിധം എല്ലാ തരം പലഹാരങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇവിടെ കിട്ടും. പിന്നെ അവൽ, ഇഡലിപ്പൊടി, ദോശപ്പൊടി, ഉപ്പുമാവിനുള്ള റവ, അങ്ങനെ എന്ന് വേണ്ട അപ്പത്തിനും നമ്മുടെ നാടൻ രാവിലെയുള്ള പലഹാരങ്ങൾക്കുള്ള സാധനങ്ങൾ സകലതും ഇവിടെ കിട്ടും. ഉണക്കക്കപ്പയൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല നാടൻ ഉണക്കക്കപ്പ. അതുപോലെ തന്നെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ, പോട്ട്സ്, പാൻസ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ലഭിക്കും. ഇത് കണ്ടോ, നമ്മുടെ നാടൻ കപ്പ കൊത്തിനുറുക്കിയ പീസുകളാണ് ഈ വരുന്നത്. 900 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 1 കിലോയുടെ ഒക്കെ പാക്കറ്റുകളായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ എല്ലും കപ്പ അല്ലെങ്കിൽ കപ്പ വേവിച്ചതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണിത്. കോട്ടയത്തുനിന്നും എറണാകുളത്തുനിന്നും ഒക്കെ കയറി വരുന്ന സാധനമാണ്, അടിപൊളി. ഈ കാണുന്നത് ഇവിടുത്തെ ഫ്രോസൺ സെക്ഷനാണ്. ഇവിടെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ചക്ക, മാങ്ങ, തേങ്ങ, പൊറോട്ട, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം എന്ന് വേണ്ട വിവിധ ഇനം കറികൾ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ, ഈവൻ പഴംപൊരിയും ലഡുവും ജിലേബിയും വരെ ഇവിടെ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു വെരി മച്ച്.